ല്ലോ എല്ലാം അള്ള നോക്കിക്കോളും, അള്ള കാണുന്നുണ്ട്, ദൈവം കൊടുത്തോളും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെയൊക്കെ തെളിവുകൾ വേണമെങ്കിൽ ഞാൻ വിത്ത് പ്രൂഫ് ഞാൻ കൊണ്ടുവരാൻ, എനിക്ക് അതിനൊരു പ്രശ്നമില്ല. പിന്നെ അയ്യോ പൊത്തോന്ന് കിടന്ന് വിളിച്ചിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല. ഇതുവരെ നീയൊക്കെ കിടന്ന് കളിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് ഇല്ലായിരുന്നു എന്ന് ഓർക്കണം. ഞാൻ അതിനകത്തായിരുന്നു, പലതും ഞാൻ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ഇപ്പം നീയൊക്കെ കളിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ ജീവനോടുണ്ട്, ഞാൻ ചാവുന്നവരിവിടെ കാണും. എൻ്റെ അടുത്ത് ഓരോ ഡയലോഗ് അടിക്കുമ്പോഴും ആലോചിച്ചും കണ്ടു അടിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു മികച്ച കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ജാസ്മിൻ ജാഫർ. ആ മികച്ച കണ്ടസ്റ്റന്റ് കാരണം ഈ ബിഗ് ബോസ് കാണൽ നിർത്തിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു കാര്യം വെട്ടി തുറന്നങ്ങ് പറഞ്ഞത്. അത് കേട്ടിട്ടാലും ഞെട്ടൊന്നും വേണ്ട. അപ്പൊ ഈ ഒരു നമ്മുടെ ബിഗ് ബോസിനകത്ത് ഈ ഒരു അവിടെ ഈ ഗബ്രി ആയിട്ടുള്ളതാണെങ്കിലും ജാസ്മിൻ ആയിട്ടുള്ളതാണെങ്കിലും ആ ഒരു സംഭവത്തിനകത്തൊക്കെ ജാസ്മിൻ ഇത്രയും നെഗറ്റീവ് വരാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാസ്മിൻ പുറത്ത് അഫ്സൽ എന്ന് പറഞ്ഞ ഒരു ചെക്കന എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ അകത്തേക്ക് പോയേക്കണത് എന്നുള്ളൊരു സാധനം വന്നതുകൊണ്ടാണ് ജാസ്മിൻ ഇത്രയും നെഗറ്റീവ് വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ സത്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ ഒരു വിഷയമൊക്കെ ഉണ്ടാക്കാനായിട്ടൊരു മെയിൻ ആയിട്ട് ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിയ ഒരാളാണ് വിവി ഹിയർ എന്ന് പറഞ്ഞ ചാനലിനകത്ത് വിവി എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ. അപ്പൊ പുള്ളിക്കാരനാണ് ഈ അഫ്സൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിനകത്തൊക്കെ കൂടുതൽ ശുഷ്കാന്തി എടുത്തിട്ട് ജാസ്മിനെ എയറിനകത്തേക്ക് വിടാനൊക്കെ കൂടുതൽ അതിനകത്ത് മുന്നിട്ട് നിന്നേച്ചത്. അപ്പൊ പുള്ളിയുടെ ചോടയെ പിടിച്ചാർന്നിട്ട് ഈ ഒരു വിഷയം ബാക്കിയുള്ളവരൊക്കെ എടുത്ത് ചെയ്തേച്ചത്. അപ്പൊ ഈ ഒരു വിവി ഹിയർ ആണ് ഇപ്പോൾ എയറിനകത്തേക്ക് പോയേക്കണത്. അപ്പൊ ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജാസ്മിൻ, സീക്രട്ട് ഏജന്റ്, റോബിൻ, ഇനി ആരൊക്കെ ഉണ്ടെന്ന് പേരെണ്ണാൻ പറ്റാത്ത അത്ര ആൾക്കാരാണ് പുള്ളിക്കാരനെ എടുത്ത് എയറിനകത്തേക്ക് വിട്ടേക്കണം. അപ്പൊ ഈ ഒരു എയറിനകത്തേക്ക് വിടാനായിട്ടുണ്ടായ ഒരു കാരണങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആദ്യം റോബിന്റെ വായിന്ന് തന്നെ കേൾക്കാം. ആക്ച്വലി സത്യം പറഞ്ഞ ഒരു പ്രാവശ്യം ആരും എന്റെ ഫ്ലാറ്റിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു. അപ്പൊ അന്ന് വന്ന് നമ്മൾ വളരെ സ്നേഹമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് പുള്ളിക്കാരൻ പോയതാണ്. പക്ഷെ ഈ വിവി എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് ആരോ എന്നെ പറ്റി വളരെ മോശമായിട്ടാണ് ഫ്ലാറ്റിൽ വിളിച്ച് വരുത്തിയതിനെ പറ്റി പറഞ്ഞതും കുറെ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ പറഞ്ഞ വിവിയാണ് എന്നെ കൊണ്ട് ആ ഒരു വീഡിയോ ചെയ്യിപ്പിക്കണം എന്നെ പേഴ്സണലി വിളിച്ച് സംസാരിച്ചത്. ഓക്കെ, പേഴ്സണലി വിളിച്ച് എന്റെ അടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ ആർവിനെ പറ്റി ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇന്നയൊക്കെ ചെയ്തു എന്നുള്ളത് പറയണമെന്ന് വിവിയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് അതുവരെയും അങ്ങനെ ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ ആലോചിച്ച് ഞാൻ സ്നേഹിച്ചിരുന്ന ഒരു ചെറുക്കൻ അല്ലെങ്കിൽ ആരും എന്തിനാണ് എന്നെ പറ്റി ഇങ്ങനെ പറയുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്കൊരു ദേഷ്യം വന്ന സമയത്ത് ഇവർ പറയുന്ന കാര്യത്തിൽ മാനിപ്പുലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ ഫ്ലാറ്റിൽ വന്ന് ഭയങ്കര സ്നേഹം അല്ലെങ്കിൽ ഭയങ്കര നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് പിരിഞ്ഞത്. മനസ്സിലായില്ലേ? ഈ വിവി എന്ന് പറഞ്ഞ ഒരുത്തം മാത്രമാണ് ഇതിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അത് മാത്രമല്ല വിവി എന്തൊക്കെ തെണ്ടിത്തരങ്ങളാണ് കാണിച്ചിട്ടുള്ളത്, വിവി എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തതെന്നുള്ളത് ആരവിന് വ്യക്തമായിട്ട് അറിയാം. ആരവ് അതൊരു വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ എന്റെ പ്രൊഫൈലിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ല, പലരും ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു വോയിസ് കേട്ടിട്ട് ആരവിനെ പല രീതിയിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. പിന്നെ ഞാനതൊക്കെ തിരിച്ചറിയുന്ന ഒരുപാട് മാസങ്ങൾക്ക് ശേഷം. അപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് ആരവിനെ വിളിച്ചൊന്ന് പറയണമെന്നുണ്ടായിരുന്നു, എടാ എന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണെന്നുള്ളത്. പക്ഷെ ഇത്രയും ഈ 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സംസാരിച്ചു. എന്താ പറയാ, നമ്മുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറി. ഇതിന്റെ ഇടയ്ക്ക് കളിച്ചത് വിവിയാണെന്നും വിവി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും എന്റെ അടുത്ത് മാത്രമല്ല പലരിടത്തും ചെയ്ത കാര്യങ്ങൾ എന്താണെന്നും ഉള്ളത് ആരവ് എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ആ ഒരു വീഡിയോ ആരവ് എനിക്ക് അയച്ചു തരുന്ന സമയത്ത് ഞാനത് എന്റെ പ്രൊഫൈലിലേക്ക് പോസ്റ്റ് ചെയ്യാം. സോ ആരവ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ദുബൈയിലാണെന്ന്, ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. ഓക്കെ, അപ്പൊ അതാണ് റോബിൻ പറഞ്ഞത്. റോബിൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ റോബിൻ ഈ ഒരു വിഷയമൊക്കെ ഉണ്ടാക്കാനായിട്ട് കാരണമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനൊരു, അതായത് റോബിൻ ഒരു പ്രചോദനമായി മാറിയത് വിവിയാണ് എന്നുള്ള രീതിക്കാണ് റോബിൻ പറയുന്നത്. അപ്പൊ ഇവിടെ റോബിന്റെ കാര്യത്തിനകത്ത് എന്താണ് വിവിയുടെ ഇൻവോൾവ്മെന്റ് എന്ന് റോബിന്റെ ഒരു സൈഡാണ് നമ്മൾ കേൾക്കണതെന്ന് പറഞ്ഞാൽ. അതായത് ഇത്ര നാളെ നമ്മൾ വിവിയുടെ ഒരു സൈഡാണെന്ന് കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ, അതായത് വിവിയുടെ പോയിന്റ് ഓഫ് വ്യൂവിനകത്ത് വിവി പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ ആ ഒരു ചാനലിൽ കൂടെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ. പക്ഷെ ഇപ്പൊ ഇവരുടെ സൈഡും കൂടെ, അതായത് ഇപ്പൊ റോബിന്റെ സൈഡാണെങ്കിൽ, സീക്രട്ട് ഏജന്റിന്റെ സൈഡാണെങ്കിൽ, ജാസ്മിന്റെ സൈഡാണെങ്കിലൊക്കെയാണ് നമ്മൾ ഇവിടെ കേൾക്കാൻ പോണത്. അപ്പൊ ഇനി നമ്മൾ കേൾക്കാൻ പോണതെന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജന്റിന് എന്താണ് പറയാനുള്ളതെന്നാണ്. വിവിന്റെ കേസിൽ ഈ വിവി എന്ന് പറഞ്ഞ വ്യക്തി ജാസ്മിൻ ഇട്ട് കുത്താൻ ഉണ്ടായ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞത്. വിവിക്ക് കൃത്യമായിട്ട് ജാസ്മിനോട് ഒരു ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ പച്ചക്ക് ഞാൻ പറയും. കാരണം വിവി ആരവിനോട് പലപ്പോഴായിട്ട് പറഞ്ഞത് ആരവിനോട് പറഞ്ഞിട്ടുണ്ട്, അവന്റെ ആവശ്യം എന്താണ് അവൻ ജാസ്മിന്റെ ഒപ്പം നടക്കുന്നത്. എടാ ഉളുപ്പുണ്ടോ നിനക്ക്? ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. നീ പറയുന്നുണ്ടല്ലോ ജാസ്മിനകത്ത് പോയിട്ട് ഗബ്രീന്റെ ഒപ്പം അങ്ങനെയായി, ഗബ്രീന്റെ ഒപ്പം ഇരുന്നു, ഇതൊക്കെ കാണിക്കാൻ പോലും കുടുംബ പ്രേക്ഷകർ കാണില്ല. അഫ്സലിന്റെ അവസ്ഥ, ഈ അഫ്സലും ജാസ്മിനും ഒരുപോലെ റിലേഷൻ ഉള്ളപ്പോഴാണ് കാദർബായിന്റെ കല്യാണത്തിന് നീ ജാസ്മിന്റെ ഒപ്പം ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് വന്ദേ ഭാരതിൽ ഉണ്ടാക്കി പോയത്. എന്തുകൊണ്ട് ആരവിന് ടിക്കറ്റ് എടുത്തില്ല? അതാണ് ഏറ്റവും അല്ല കണ്ടോണ്ടിരിക്കുമ്പോഴല്ല, ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് അതിന്റെ വിഷമങ്ങളെ കുറിച്ച് പറയുന്ന ഫ്രണ്ടിന്റെ കഥ പറയുന്നത്. അതായത് അഫ്സലിന് വേണ്ടി ഇപ്പൊ ഘോരഘോരം പുറത്തിറങ്ങുന്ന വിവി അഫ്സലും ജാസ്മിനും റിലേഷനിലുള്ള ടൈമായിരുന്നു കാദർബായിന്റെ കല്യാണം നടക്കണേ. ഇത് ഞാൻ അഫ്സലിന് വേണ്ടിയാ പറഞ്ഞിരുന്നത്. ഇതേ വിവി അന്ന് ജാസ്മിന്റെ ഒപ്പം ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോകാണ്ടായ കാരണം ആരവിനോട് പറഞ്ഞത് എന്തൊക്കെയാന്നുള്ളത് ആരവിനോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ജാസ്മിന്റെ പ്രൊട്ടക്ഷൻ അല്ല, അവൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ പോയത്. മനസ്സിലായ?
അങ്ങനത്തെ ഉളുപ്പില്ലാത്ത മറ്റേ പരിപാടി മനസ്സിൽ വെച്ച് പോയ ഈ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനകത്ത് ചെന്നപ്പോഴത്തേക്ക് കാണിച്ചപ്പോ ആണ് അഫ്സലിനൊപ്പം നിന്നിട്ട് അയ്യോ അപ്പൊ ഇങ്ങനൊരു സൈഡും കൂടെ ഉണ്ടായല്ലേ. അതായത് അവിടെ കിടന്നിട്ട് എന്തൊക്കെയായിരുന്നു, മറ്റേ അഫ്സലിനെ ചതിക്കുന്നു, അഫ്സലിന്റെ ഉറ്റ സുഹൃത്ത് ചതിക്കുന്നു, ഇവിടെ മറ്റേ ജബ്ർ ചതിക്കുന്നു എന്നൊക്കെ, ജാസ്മിൻ ചതിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞിട്ടിരുന്ന ആള് തന്നെ, അതായത് ജാസ്മിൻ പുറത്ത് വെച്ചിട്ട് ഇവര് തമ്മിൽ ആ ഒരു പ്ലാൻ ഉണ്ടായി എന്നാണ് ഇവിടെ സീക്രട്ട് ഏജന്റ് പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, പുള്ളി അതിന്റെ അർത്ഥം എന്താണെന്ന് പുള്ളിയും പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് സീക്രട്ട് ഏജന്റിന്റെ ഒരു സൈഡ്. ഇനി പുറത്ത് വന്ന ജാസ്മിന് തന്നെ എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത് നമുക്ക് ജാസ്മിന്റെ വായിൽ തന്നെ കേൾക്കാം. ചെയ്യാം. ഇപ്പം എൻ്റെ ഒരു ഞാൻ അകത്ത് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിനോടായിരുന്നു എൻ്റെ ഫാമിലി നോക്കാനും അല്ലെങ്കിൽ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഒരു 3-4 പേരെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയത്. എൻ്റെ കുടുംബം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോകണേ. പിന്നെ ഒരു ഇന്റർവ്യൂ ആണെങ്കിലും എൻ്റെ ഫാമിലിയോട് ഞാൻ പറഞ്ഞിരുന്നു വേറെ ആർക്കും കൊടുക്കുന്നത് ഇന്ന വ്യക്തിക്ക് മാത്രമേ കൊടുക്കാവൂ എന്നൊക്കെ. അവർ കുറേ കാശിനൊക്കെ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതൊക്കെ ഞാൻ പിന്നെയാണ് അറിയുന്നത്, ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് അറിയുന്നത്. അതിനൊക്കെ ഉള്ളത് ദൈവം കൊടുത്തോളും, ഞാനൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ ചെയ്യാൻ നിന്നാൽ ഇപ്പോൾ എന്നെ ഇട്ട് കൊടുത്തത് തീക്കാണെങ്കിൽ ഞാൻ അങ്ങേയറ്റം ആളി കത്തുന്ന തീക്ക് അവരെ ഇട്ട് കൊടുക്കുന്നതിന് തുല്യമാവും. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. എന്നോട് ചെയ്ത് തന്നെ ഞാൻ തിരിച്ചു ചെയ്താൽ ഞാൻ അവരും തമ്മിൽ വ്യത്യാസം. ഓക്കെ, അപ്പൊ ജാസ്മിൻ ഈ വീഡിയോനകത്ത് എവിടെയും, അതായത് ഇപ്പൊ വിവിയുടെ പേരാണെങ്കിലും അങ്ങനത്തെ പേരുകളൊന്നും പറയുന്നില്ല. പക്ഷേ നമുക്കത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഊഹിക്കാമല്ലോ അത് ആരുടെ പേരാണെന്ന്. അതായത് നമുക്കൊരു ഇത്തിരിയെങ്കിലും ബോധം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് ആരുടെ പേരാണ് പറഞ്ഞതെന്ന്. അപ്പൊ ഇന്ന് ബാക്കിയുണ്ടോ? പിന്നെ പറഞ്ഞു വരുത്തിയത് പലതും, അതൊക്കെ പലതും നുണയാണെന്ന് കാലം തെളിയിക്കും. അതിനകത്ത് 1-2-3 കാര്യങ്ങൾ ഞാൻ പറയാം. എന്റെ എൻഗേജ്മെന്റ്, തേങ്ങ മാങ്ങ ഈ സാധനങ്ങളൊന്നും ഉള്ളതല്ല. ഓക്കെ, അപ്പൊ ജാസ്മിന്റെ എൻഗേജ്മെന്റ്, അതായത് ഈ ഒരു വിഷയം ഓർന്ന് ജാസ്മിൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആവാനായിട്ടൊരു കാരണം ഒരു സംഭവം, അതായത് ജാസ്മിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് അകത്ത് പോയിട്ട് ഗബ്രിയായിട്ട് ഈ വക കലാപരിപാടികളൊക്കെ നടക്കുന്നത് എന്നുള്ളതാർന്ന് ഈ പുറത്ത് ഇത്രയും നെഗറ്റീവ് ഉണ്ടാവാനായിട്ടുള്ള ആ ഒരു കാരണം. അപ്പൊ ജാസ്മിനോട് പറയണമെന്ന് പറഞ്ഞാൽ ജാസ്മിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിക്കാണ് ജാസ്മിൻ പറയുന്നത്. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ വിവി എന്ന് പറഞ്ഞ ഈ ഒരു പുള്ളിക്കാരന്റെ ചാനലിനകത്ത് തന്നെ ഈ ജാസ്മിന്റെ വാപ്പ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. എന്റെ മകളുടെ കല്യാണം നിശ്ചയം കഴിഞ്ഞു. പക്ഷെ ഞാനായിട്ട് തന്നെ എന്റെ മകളോട് പറഞ്ഞിട്ടുണ്ട് ഒരു മീഡിയയിലും പറയരുതെന്ന് പറഞ്ഞു. കാരണം എനിക്കത് ഇഷ്ടമല്ല. കഴിഞ്ഞ നിശ്ചയത്തിന് ഒരു മീഡിയ പറയരുതെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറ്റത്തില്ല, പറയണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കണം. അതായത് ജാസ്മിൻ വന്നിട്ട് പറയണ എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല എന്നാ ബാപ്പ വന്നിട്ട് പറയണ എൻഗേജ്മെന്റ് കഴിഞ്ഞത്. ഇതിപ്പോ ഇവരാര് പറയണതാണാവോ നമ്മൾ വിശ്വസിക്കേണ്ട. അതായത് അഫ്സൽ എന്ന് പറഞ്ഞാൽ ആ പുള്ളി വന്നിട്ടാണെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നുള്ള രീതിക്കാണ് സംസാരിച്ചത്. അപ്പൊ ആ ഒരു അഫ്സൽ പറയണത് വിശ്വസിക്കണോ അല്ലെങ്കിൽ ഇപ്പൊ അവിടെ ജാസ്മിൻ പറയണ വിശ്വസിക്കണോ ഈ ഉപ്പ പറയണ വിശ്വസിക്കണോ, എല്ലാം കൂടെ കൺഫ്യൂഷൻ ആണ് ഇവരുടെ കാര്യത്തിൽ. നമുക്ക് ബാക്കി ജാസ്മിൻ എന്താണാവോ ഇതിനെപ്പറ്റി പറയാനുള്ളത് അതും പറഞ്ഞല്ലോ. എല്ലാം അള്ള നോക്കിക്കോളും, അള്ള കാണുന്നുണ്ട്, ദൈവം കൊടുത്തോളും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിന്റെയൊക്കെ തെളിവുകൾ വേണമെങ്കിൽ ഞാൻ വിത്ത് പ്രൂഫ് ഞാൻ കൊണ്ടുവരാൻ എനിക്ക് അതിനൊരു പ്രശ്നമില്ല. പിന്നെ അയ്യോ പൊത്തോന്ന് കിടന്ന് വിളിച്ചിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല. ഇതുവരെ നീയൊക്കെ കിടന്ന് കളിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് ഇല്ലായിരുന്നു എന്ന് ഓർക്കണം. ഞാൻ അതിനകത്തായിരുന്നു, പലതും ഞാൻ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ഇപ്പം നീയൊക്കെ കളിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ ജീവനോടുണ്ട്, ഞാൻ ചാവുന്നവരിവിടെ കാണും. എൻ്റെ അടുത്ത് ഓരോ ഡയലോഗ് അടിക്കുമ്പോഴും ആലോചിച്ചും കണ്ടു അടിക്കണം. കാരണം നീയൊക്കെ ഈ പ്രൂഫ് തേങ്ങ വാങ്ങാന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നതിൻ്റെ എനിക്ക് പറയാം, നിങ്ങൾക്ക് പറയാം. അപ്പം ഞാൻ കൊണ്ടുവരും. പിന്നെ അതായിപ്പോയി, ഇതായിപ്പോയി, അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് മക്കളെ ഞാൻ വിടുകയാണ്, പലതും ഞാൻ ക്ഷമിക്കുകയാണ്. ഓക്കെ, അപ്പൊ ജാസ്മിൻ അപ്പൊ ക്ഷമയുടെ പാതയിൽ പോകാനാണ് ഇപ്പൊ തീരുമാനിച്ചേക്കണതെന്നാണ് പറയുന്നത്. അതേപോലെ മാസ് ഡയലോഗ് അടിച്ചിട്ട് നിർത്തുന്നുണ്ട്. അതായത് നമ്മളെ പറ്റി എന്തെങ്കിലും ഒരാൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ കേട്ടിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കണതിനോട് ഞാൻ അങ്ങനെ വലിയ രീതിക്ക് യോജിക്കുന്നില്ല. കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ ഇഗ്നോർ നെഗറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. പക്ഷേ അത് ഒരു കണക്കിന് അതായത് നമ്മളങ്ങനെ കേട്ടിട്ടിരിക്കുന്ന ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ വേണ്ടത്ര തെളിവുകൾ ഉണ്ടെങ്കിൽ നമ്മളത് ഓർത്തിട്ട് മറ്റാക്കിയിട്ട് മണി കൊടുക്കണമെങ്കിൽ യാതൊരു തെറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കണം. അപ്പൊ ഇനി ആ ഒരു കാര്യത്തിനകത്ത് എനിക്ക് ജാസ്മിനോട് ചെറിയൊരു വിയോജിപ്പുണ്ട്. കാര്യം നമ്മളെ പറ്റി ഒരാൾ ഇങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. അപ്പൊ നമുക്ക് ബാക്കി അടുത്ത എന്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷെ ഇവര് ഇത്രയും കാട്ടിക്കൂട്ടാനും ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു, ഷോ കാണിക്കുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ, ഷോ കാണിച്ചു തരുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ. പിന്നെ കുറച്ച് BGM കുത്തിക്കയറ്റി തോന്നിവാസവും പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് സാധനം ഇറക്കുന്നത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, നിങ്ങൾക്കത് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തിട്ടാലാണ് നിങ്ങൾക്ക് ചാനലിൽ റീച്ച് കിട്ടുന്നത് അല്ലെങ്കിൽ എന്തിട്ടാലാണ് നിങ്ങളുടെ ചാനലിൽ ഇൻകം കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അത് പക്ഷെ അതിന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് സഫർ ചെയ്യുന്ന കുറച്ച് ജന്മങ്ങളോട് ഉണ്ടെന്ന് നിങ്ങൾ. ഈ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞൊരു കാര്യത്തിനോട് ഞാൻ എതിരാണ്. പക്ഷെ എന്നും പറഞ്ഞിട്ട് ജാസ്മിൻ അതിൻ്റെ അകത്ത് ചെയ്ത എല്ലാ കാര്യങ്ങളും നല്ലൊരു കാര്യങ്ങളാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാര്യം എനിക്ക് അതിനകത്ത് ഏറ്റവും വെറുപ്പിച്ചൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നിയ ഒരാളാണ് ജാസ്മിനും അതേപോലെ ഗബ്രി, മെയിനായിട്ട് ജാസ്മിൻ. അപ്പോൾ ഈ ജാസ്മിൻ ആർന്ന് ഈ മെയിനായിട്ട് ഈ വിവാദങ്ങളിനകത്തൊക്കെ നിറഞ്ഞു നിന്നതും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു ഷോയിൽ നിന്ന് വിട്ടു മാറേണ്ട ഒരു അവസ്ഥ വന്നതും. അപ്പോൾ ആ ഒരു കാര്യത്തിനോടൊന്ന് ഈ ജാസ്മിൻ ലാസ്റ്റ് പറഞ്ഞത്, അതായത് ഇപ്പോൾ ഉറപ്പാണ് നമ്മൾ ആ ഷോ കഴിഞ്ഞ്
കഴിഞ്ഞാൽ നമ്മൾ ആ ഷോ വിടണം. അതായത് ഇനി ആ ഒരു ഷോ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്നാലും അതിന്റെ ഉള്ളിൽ കാണിച്ചതിന് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ എന്താണ് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വിവിനെ പറ്റിയാണെങ്കിലും ഈ ഒരു നടക്കുന്ന സംഭവങ്ങളാണ്. ഞാൻ കുറച്ച് ദിവസം മാറി നിന്നപ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരൊക്കെ ബൈ.